സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കുന്നത്? ഉത്തരം ഭാരതപ്പുഴയിൽ. സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര അണക്കെട്ട് ഭാരതപ്പുഴയിലാണ് നിർമ്മിക്കുന്നത്. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 85-ാം സ്ഥാനം. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യക്ക് 85-ാം സ്ഥാനമാണ്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യമേത്? ഉത്തരം ശ്രീലങ്ക. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം റൺസ് നേടിയ ഇന്ത്യൻ വനിതാ താരമാര്? ഉത്തരം സ്മൃതി മന്ധാന. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം റൺസ് നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ധാനയാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ഉള്ള ബാരൻ ദ്വീപ് ഏത് ഭാഗത്താണ്? ഉത്തരം മധ്യ അന്തമാൻ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമുള്ള ബാരൻ ദ്വീപ് മധ്യ അന്തമാനിലാണ്. കൻഹ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശിൽ. കൻഹ വന്യജീവി സങ്കേതം മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമേത്? ഉത്തരം ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര? ഉത്തരം 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം 15,200 കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന സാങ്കല്പിക രേഖ ഏത്? ഉത്തരം ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന സാങ്കല്പിക രേഖ ഉത്തരായന രേഖയാണ്. കൊടൈക്കനാൽ ഏത് മലനിരകളിലാണ്? ഉത്തരം പളനി മലനിരകളിൽ. കൊടൈക്കനാൽ പളനി മലനിരകളിലാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുപ്രീം കോടതി. ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമേത്? ഉത്തരം ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ആത്മവിദ്യാ സംഘമാണ്.